മഴയ്ക്കുള്ള ലക്ഷണമൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നേരത്തെ ലിഷോയ്ക്ക് മഴ പെയ്യോ ഈശ്വര എന്ന് പറഞ്ഞു കേട്ടോ, പക്ഷെ മഴ പെയ്യില്ലെന്ന് പോലെയുള്ള പിള്ളേരുടെ പ്രാർത്ഥനയാണ്. മാധവേ മഴ പെയ്യോ? മഴ പെയ്താലും നമ്മൾ ഇവിടെ നിന്ന് പൂരം കാണാം അല്ലേ? എത്രയല്ലേ പഠിക്കണേ? മൂന്നില്. എപ്പോ വന്നു പൂരം കാണാൻ? കുറച്ചേരായി. കുറച്ചെന്ന് വെച്ചാൽ എത്ര നേരമായി? 2 മിനിറ്റ്. ഇടം എടുക്കാം. നമ്മളിവിടെ നിൽക്കാൻ ഒരു 10 മിനിറ്റ് ആയല്ല. രാവിലെ വന്നില്ലേ? രാവിലെ വന്നു. ഇപ്പൊ എങ്ങനെയാ അച്ഛനും അമ്മയും എല്ലാരും ഉണ്ടോ പൂരത്തിന് കൂടെ? അമ്മ ജോലിക്ക് പോയോ? പ്രാദേശിക അവധി അല്ലേ? ഇത് എവിടെയാ സ്ഥലം? എവിടെയാ? പട്ടിക്കാട്. തൃശ്ശൂരിൽ പെടുന്നല്ലേ? അച്ഛനാണ് കൂടെ വന്നത്? അച്ഛനും ചേച്ചിയും ചേട്ടനും വന്നു. പിന്നെന്താ കുഴപ്പം? അപ്പൊ എല്ലാം കണ്ടിട്ടാണോ പോളൂ? കുടമാറ്റം കാണോ? വെടിക്കെട്ട് കാണോ? അപ്പത്തേക്ക് ക്ഷീണിക്കും അല്ലേ? വെള്ളമൊക്കെ കുടിച്ചോ? സംഭാരം കുടിച്ചോ? വീട്ടിൽ പോയിട്ട് വരും. എല്ലാം കണ്ട എല്ലാ മക്കളെ എല്ലാം കാണിച്ചിട്ടേ വിടും. തൃശ്ശൂര് പിന്നെ ഈ പൂരൊക്കെ കാണാതെ ഇങ്ങനെ വളരില്ല. അടിച്ചു പൊളിക്കണം. ഉഷാറായിട്ടിരി. 2 മിനിറ്റ് അല്ല 3-4 മണിക്കൂറായി വന്നിട്ട്. ശരി. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും മോളെ. എന്താ പേരെന്താ? എന്തോ? എന്റെ അമ്മോ, എത്രയിലാ പഠിക്കണേ? മടുത്താ പൂരം കാണാൻ വന്നിട്ട്? നല്ല ചൂടുണ്ടാവും. കുറച്ച് ചൂടുള്ളൂ. ആനയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാ? രാമൻ എന്ന് പറഞ്ഞ ആന വരാനുണ്ട്. അതിനാണ് ഈ ചേട്ടന്മാരൊക്കെ കാത്തുകണേ. അയ്യോ, എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെയാണ് കുട്ടികളടക്കം എല്ലാവരും. അതുകൊണ്ടാ എല്ലാവർക്കും രാമനെ കണ്ടാൽ മതി. രാമനാണ് താരം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന്റെ വേറൊരു പേരായി മാറിക്കഴിഞ്ഞു. ഇപ്പോ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആനകളിൽ ഒന്നാണ് തെച്ചിക്കോട്ടാവ്. രാമന് ഫിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ തൃശ്ശൂർക്കാർ മുഴുവൻ ഫിറ്റ് അല്ലാണ്ടാവും. അത്രയും ക്രൈസാണ്